ഹലോ ഗായ്സ്, വെൽക്കം. അപ്പം ഞാൻ ബാംഗ്ലൂർ പോവാണ്, അവിടെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതേ നമുക്ക് വണ്ടിക്ക് അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ചേട്ടനാണ് ഡ്രോപ്പ് ചെയ്തത്. നമ്മുടെ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ പോയത്. സ്ലീപ്പർ ബസ്സാണ്. അപ്പോൾ നൈറ്റ് ഒരു 8-നായിരുന്നു ബസ്. 29-നാണ് മീറ്റിംഗ് അവിടെ ഉള്ളത്. നേരെ ഞാൻ ബസ്സിൽ കയറി സീറ്റ് നമ്പർ നോക്കുവാണ്. അങ്ങനെ എൻ്റെ സീറ്റ് കിട്ടി. ഞാനപ്പോൾ ബാഗൊക്കെ കയറ്റി വെച്ചു. എനിക്ക് അപ്പറാണ് കിട്ടിയത്, മേളിലാണ് സീറ്റ്. ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. വണ്ടി എടുക്കാൻ ഇനിയും കുറച്ചുകൂടെ ടൈമുണ്ട്. അപ്പം ഞാനിങ്ങനെ ആൾക്കാർക്ക് ഇനിയും വരാനുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വണ്ടി ഇതേ എടുത്തു. നേരെ ബാംഗ്ലൂരിലേക്കാണ്. ഇനി കിടന്ന് ഉറങ്ങണം, നല്ലപോലെ മോർണിംഗ് ആയിരിക്കും എണീക്കണം. അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ദേ ബാംഗ്ലൂർ എത്തി, ബാംഗ്ലൂർ റീച്ച് ചെയ്തു. ഓട്ടോസൊക്കെ ഉണ്ട് കുറേ. ഓട്ടോയിൽ നേരെ കയറിയിട്ടുണ്ട്. അവിടെ അറിയാത്തവർ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഓട്ടോ കാശ് മേടിക്ക് വരും. ഇങ്ങനെ നേരെ റൂമിൻ്റെ അവിടെ എത്തി. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ റൂമിൽ കയറി. സിമ്പിളായിട്ടുള്ള റൂമാണ്, ഒരാൾക്കുള്ളതല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. നേരെ പക്ഷേ കൊള്ളാം, നല്ല നല്ല അടിപൊളി ഒരു റൂമായിരുന്നു. റൂം ഇതാണ്. പിന്നെ ഫ്രഷപ്പ് ആവണം, മീറ്റിംഗിന് റെഡി ആവണം. അപ്പോൾ അതേ റെഡിയായി കഴിഞ്ഞു. ഇനി മീറ്റിങ്ങിന് പോകണം. അയ്യോ, ഓക്കെ, റെഡിയായി സെറ്റ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, പോണ വഴി വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇപ്പോൾ റെഡിയായി നിൽക്കുന്നതാണ്. നമുക്ക് അവിടെ ചെയ്യണം. ബൈ. ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയും സാമ്പാറും ചട്നിയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ടൈപ്പ് സാമ്പാറാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കൊള്ളായിരുന്നു, നല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം ഇനി നേരെ ഓട്ടോ. അവിടെ അങ്ങനെ ഓട്ടോ കിട്ടാൻ പാടാണ് കേട്ടോ. നമുക്കൊരു ആപ്പൊക്കെ ഉണ്ട്, നമ്മയാത്രി എന്ന് പറഞ്ഞാൽ. അതിൽ കൂടിയാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഓട്ടോ ആയിരിക്കും, ചിലപ്പോൾ കാറ് കിട്ടും, അതേപോലെ ആയിരിക്കും. അങ്ങനെ നമ്മൾ നേരെ താജിലെത്തിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത്, നേരത്തെ തന്നെ എത്തി. നേരെ മേളിലേക്ക് കയറിച്ചെല്ലാം, നമ്മുടെ ഹോളിലേക്ക് ചെല്ലുന്നു. അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്ട്രേഷൻ കൗണ്ടേഴ്സിൽ നമുക്ക് ഇങ്ങനെ ഇതേപോലത്തെ പിൻസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ നേരെ ഹോളിലേക്ക് നമ്മൾ കയറി. ഇത് 3 ബേസ് ക്യാമ്പാണ് സ്കെച്ചപ്പിൻ്റെ. നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് ആൾക്കാർക്ക് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മീറ്റിംഗ് തുടങ്ങി. കുറേ ആൾക്കാരുണ്ടായിരുന്നു പ്രസൻറ്റ് ചെയ്യാനായിട്ട്. നമുക്കങ്ങനെ ഇടയ്ക്കൊരു ടീ ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കോഫി, നല്ല തണുപ്പാണ്, പുറത്തും അകത്തൊക്കെ തണുപ്പ്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഫുഡ് അടിക്കണം. ഇങ്ങനെ ലഞ്ചിന് ടൈമായി. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരുപാട് ടൈപ്പ് ഫുഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. സൂപ്പ് അടിപൊളിയായിരുന്നു. പിന്നെ ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അത് കഴിച്ചു പിന്നെ മീറ്റിംഗ് തുടങ്ങി. അത് നമുക്ക് ടീ ടൈമാണ് വീണ്ടും. അങ്ങനെ ടീ കോഫിയൊക്കെ എടുത്തു, കുറച്ച് സ്നാക്സൊക്കെ എടുത്തു, അതൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ കുറച്ച് കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടായിരുന്നു, അതിന് വിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ക്യാഷ് പ്രൈസൊക്കെയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു ടേക്ക് അവേ കൊണ്ടുപോകാൻ വേണ്ടി ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നായിരുന്നു, ഗിവ് അവേ പോലെ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. നേരെ ഇനി റൂമിലേക്ക് പോകണം. ഇന്ന് തന്നെയാണ് ബസ് തിരിച്ചു വരാനുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നേരെ വണ്ടി വന്നു. വണ്ടിയിൽ കയറി നമ്മൾ പോണ റൂട്ട്. ഇനി ഫുഡും കൂടി വാങ്ങിച്ചിട്ടാണ് റൂമിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു. നെയ്ച്ചോറ്, ചിക്കൻ മസാല, എന്തോ ഒരു ഇച്ചിരി സോസോ അച്ചാറോ എന്താണോ ഉദ്ദേശിച്ചത്, സംതിങ്. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ഇങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. പുതിയൊരു വീഡിയോ കാണുന്നേരം ബൈ ബൈ.